എല്ലാവർക്കും നല്ല നമസ്കാരം. അങ്ങനെ നമ്മുടെ ചാലക്കുടിക്കാരുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ നമ്മുടെ കാർമൽ വിദ്യാലയത്തിന്, നമ്മുടെ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 50 വയസ്സ് തികയുന്ന വലിയ ആഘോഷ പരിപാടികളുടെ തുടക്കമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. ആഘോഷങ്ങളൊക്കെ വലിയ രീതിയിൽ നടത്താനാണ് കാർമൽ മാനേജ്മെൻറ്റും സ്കൂൾ അധികൃതരൊക്കെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളെല്ലാം വെട്ടിച്ചുരുക്കി കുട്ടികളുടെ കലാപരിപാടികളും അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള ഉദ്ഘാടന പരിപാടികളോടെയാണ് കാർമൽ സ്കൂളിൻ്റെ ഈ 50-ാം വാർഷിക ആഘോഷങ്ങളുടെ തുടക്കം ഇന്നിവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കാർമൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും അറിയപ്പെടുന്നൊരു വിദ്യാലയമാണ്. ചാലക്കുടിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. എത്രയോ പ്രതിഭാധനരായ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ എത്രയോ പ്രതിഭാധനരായ ആളുകളുടെ പാദസ്പർശം കൊണ്ട് ചരിത്ര മുഹൂർത്തങ്ങളിലേക്ക് എഴുതി ചേർത്തപ്പെട്ട ഒരു വിദ്യാലയമാണ് നമ്മുടെ ഈ കാർമൽ. സത്യം പറഞ്ഞാൽ ചാലക്കുടിയിൽ ഇങ്ങനെയൊരു വിദ്യാലയം ഉണ്ടായി എന്നുള്ളത് തന്നെ ചാലക്കുടിയുടെ പേരും പെരുമയും കടലുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നതിന് വരെ ഇടയായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ചാലക്കുടി കാർമൽ വിദ്യാലയം. കാർമൽ വിദ്യാലയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ പോകുമ്പോൾ വലിയ ആനവിളക്കിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഫൗണ്ടൈനും അതുപോലെ തന്നെ ആ കവാടം കയറി വരുമ്പോൾ കിളിക്കൂട് പോലെയുള്ള വാച്ച്മാൻ ഇരിക്കുന്ന ചെറിയ റൂമുമെല്ലാം, അതിനേക്കാൾ ഉപരി ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ചാലക്കുടി കാർമൽ സ്കൂളിൻ്റെ ഈ ഗ്രൗണ്ടും സ്റ്റേഡിയവുമാണ്. എത്രയോ പ്രതിഭാധനരായ ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2 പ്രധാനമന്ത്രിമാർ, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, 2 രാഷ്ട്രപതിമാർ, KR നാരായണൻ, അബ്ദുൽ കലാം, അതുപോലെ തന്നെ KK കരുണാകരൻ, പിണറായി വിജയൻ, എത്രയോ പ്രതിഭാധനരായിട്ടുള്ള ആളുകൾ വന്നിട്ടുള്ള ഒരു ഗ്രൗണ്ടാണിത്. എത്രയോ മീറ്റുകൾ നടന്നിട്ടുള്ള, എത്രയോ വലിയ വലിയ ആഘോഷങ്ങൾ നടന്നിട്ടുള്ള, നമ്മുടെ മമ്മൂട്ടി, മോഹൻലാൽ ഉൾപ്പെടെ എത്രയോ താരങ്ങൾ വന്നിട്ടുള്ള ഒരു വലിയ ഗ്രൗണ്ടാണ് നമ്മുടെ ഈ ചാലക്കുടിക്കാർക്ക് ഏറ്റവും അഭിമാനിക്കാനേറെ വകയുള്ള ഗ്രൗണ്ട്. ഇതെല്ലാമുള്ള കാർമൽ സ്കൂളിനെ നമുക്ക് എപ്പോഴെങ്കിലും മറക്കാൻ സാധിക്കുമോ? ഈ ഗ്രൗണ്ടിലൂടെ കാലത്ത് തന്നെ നടന്നു പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ നടക്കാനിറങ്ങുന്നവർ, അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ ചാലക്കുടി കാർമൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭിത്തികളിൽ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെയുള്ള നമ്മുടെ കാർമൽ വിദ്യാലയത്തിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തുതന്നെയായിരുന്നാലും ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രതിഭാധനരായ വിദ്യാർത്ഥികളെ നിങ്ങളുടെ ജീവിത വഴിത്താരകളിലേക്ക് അക്ഷരജ്ഞാനം പകർന്നു തന്ന ഒരു വലിയ വിദ്യാലയമാണ് ഈ കാർമൽ വിദ്യാലയം. മറക്കരുത്, നിങ്ങൾ തിരിഞ്ഞു നോക്കണം ഈ വിദ്യാലയത്തിലേക്ക്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നിരുന്നാൽ തന്നെയും നിങ്ങളുടെ വിദ്യാലയം ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ വിദ്യാലയത്തിന് എല്ലാവിധ ആശംസകളും ഇതിൻ്റെ വളർത്തി വലുതാക്കിയിട്ടുള്ള പ്രതിഭാധനരായ ആളുകളും, ഫാദർ ഗബ്രയേൽ അച്ഛനിലൂടെ തുടങ്ങി ഫാദർ സെയിൽസ് അച്ഛൻ, ഇപ്പോൾ താണിക്കൽ അച്ഛൻ വരെ എത്തി നിൽക്കുന്ന ആ പ്രതിഭാധനരായിട്ടുള്ള അധ്യാപകരുടെയൊക്കെ വലിയ ഇടപെടലിലൂടെയാണ് ഈ വിദ്യാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്കൂൾ അധികൃതരെയും മാനേജ്മെൻറ്റിനെയും ഒക്കെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ ജൂബിലി ആഘോഷങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ കാർമൽ സ്കൂളിന് 50 വയസ്സ് തികയാൻ പോവുകയാണ്. നന്ദി, നമസ്കാരം. വിട പറഞ്ഞ വഴികളിലൂടെ പ്രിയ ചങ്ങാതിമാരും അധ്യാപകരും നൽകിയ മധുരമുള്ള അനുഭവങ്ങളെ താലോലിക്കുമ്പോൾ അറിയാതെ കൊതിച്ചു പോവുകയാണ് ആ പഴയ കാർമൽ ഓർമ്മകളിലൂടെ ഒന്നുകൂടി നടക്കാൻ. മഴയും വെയിലും മഞ്ഞും ഒരു കുടയ്ക്കുമീതെ വന്നുപോയ അക്ഷരങ്ങൾ കൊണ്ട് വിജ്ഞാനത്തിൻ്റെ മഴവിൽ തീർത്ത കാർമൽ വിദ്യാലയം ചാലക്കുടിക്കാർക്ക് വികാരമാണ്. 50 വയസ്സിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും ചാലക്കുടിക്കാരുടെ മനസ്സിൽ കാർമൽ വിദ്യാലയം ഇന്നും യുവത്വം നിറഞ്ഞ സർഗക്ഷേത്രം തന്നെ. മിന്നാമിനിങ്ങിനെ പിടിക്കലല്ല ജീവിതം, സൂര്യനെ പിടിച്ച് ചേർത്ത് വയ്ക്കാൻ വിശാലമായ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച പ്രിയ വിദ്യാലയം. ജീവിതത്തിലെ നല്ല ഓർമ്മകളിൽ ഒന്ന് തീർച്ചയായും അവരവരുടെ സ്കൂൾ ജീവിതമാണ്. കാർമൽ വിദ്യാലയത്തിൽ പഠിച്ചവർക്ക് ഈ വിദ്യാലയം നൽകിയ ആത്മവിശ്വാസവും പ്രചോദനവും വിലമതിക്കാനാവാത്തതാണ്. പ്രിയപ്പെട്ട അധ്യാപകർ, ചങ്ങാതിമാർ, അവിസ്മരണീയമായ കാർമൽ യാത്രയ്ക്ക് ചാലക്കുടിയിൽ 50 ആണ്ട് തികയുന്നു. കാലത്തിൻ നരവിരലെഴുത്തിനിടയിൽ പഴയ കെട്ടിടങ്ങൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടാകാം, പുതിയ അധ്യാപകർ വന്നിട്ടുണ്ടാകാം, പുതിയ വിദ്യാർത്ഥികളും. അതുപോലെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന പുതിയ സംഭവങ്ങളും കാർമലിൽ പിറന്നിട്ടുണ്ടാകാം. നേട്ടങ്ങളുടെ പുതിയ ജാലകങ്ങൾ പുതുതലമുറയ്ക്കായി ഈ വിദ്യാലയം സമ്മാനിക്കുമ്പോഴും തൻ്റെ വാതായനങ്ങളിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവരെ ഈ വിദ്യാലയം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വിജ്ഞാനത്തിൻ്റെ വാതിലായി നിറഞ്ഞു നിൽക്കുന്ന ചാലക്കുടി കാർമൽ വിദ്യാലയത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ്.
50 years ago, our institution started on a journey with a great mission to provide holistic education to our students. Today, as we commemorate this significant milestone of 5 decades of excellence in serving the society, I personally acknowledge and thank the founders, especially Reverend Father Gabriel, the founder manager, the builder of Carmel, Father Joseph, and many pioneers, former managers, principals, and all the fathers of Carmel Bhavan, all the teachers, those who have retired, all the staff and well-wishers, parents, and the people of Chalakudi, and students, those who were part of and supported Carmel School's incredible journey. കാർമൽ സ്കൂൾ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ വളരെ ലളിതമായിട്ടാണ് സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ച തുകയുടെ ഒരു ഭാഗവും കുട്ടികൾ ശേഖരിച്ച തുകയും ചേർത്ത് 3,94,107 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ജൂബിലി വർഷ പരിപാടികളുടെ ഭാഗമായി നടപ്പാക്കുന്ന കാരുണ്യസ്പർശം പദ്ധതിയിലൂടെ സ്കൂളിലെ തന്നെ അനധ്യാപികയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിൻ്റെ താക്കോൽദാനവും നടന്നു. 50-ാം വർഷത്തിൽ 50 ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായത്തിനുള്ള തുകയും സെൻറ് ജെയിംസ് ആശുപത്രി അധികൃതർക്ക് കൈമാറി. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ബെന്നി ബെഹനാൻ MP നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അനൂപ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ സന്തോഷ് മുണ്ടമ്മാണി അനുഗ്രഹ പ്രഭാഷണവും നഗരസഭാ ചെയർമാൻ എബി ജോർജ് സന്ദേശവും നൽകി. സെൻറ് ജെയിംസ് ഡയറക്ടർ ഫാദർ ആൻഡോ ആലപ്പാടൻ, പ്രിൻസിപ്പൽ ഫാദർ ജോസ് താണിക്കൽ, കാർമൽ അക്കാദമി പ്രിൻസിപ്പൽ ഫാദർ യേശുദാസ് ചുങ്കത്ത്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ, PTWA പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS സുഗതൻ, സ്റ്റാഫ് സെക്രട്ടറി NJ ഷാജി, സ്കൂൾ ലീഡർ P തരുൺ എന്നിവർ സംസാരിച്ചു. ഇതിനാദ്യം അനുമോദിക്കുന്നു 50 വർഷത്തെ ജൂബിലി ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് വയനാടിൻ്റെ വേദനയിൽ പങ്കുചേരാൻ തയ്യാറായ ഈ കലാലയത്തിൻ്റെ മനസ്സിനോടുള്ള ആദരവ്, ബഹുമാനം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ചാലക്കുടിയുടെ ചരിത്രത്തിൽ ഗോൾഡൻ ജൂബിലിയാണിത്. സ്വർണ്ണ ലിപികളാൽ എഴുതിവെക്ക ചരിത്രമുള്ള ഒരു സ്ഥാപനമാണ് കാർമൽ ഹയർ സ്കൂൾ. അക്കാഡമിക് എക്സലൻസ് ഓഫ് 50 ഇയേഴ്സ് എന്നത് പൂർണ്ണമായും അവകാശപ്പെടാൻ അർഹതയുള്ള സ്ഥാപനമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം എന്നതാണ്. 50 years of excellence, 50 years of shaping young minds, and 50 years of building a legacy that will continue to inspire generations to come. As we stand on the threshold of this momentous occasion, we honor the pioneers who laid the foundation, the educators who nurtured young minds, and the students who have made us proud. 5 decades ago, our school was born with a vision to provide quality education, to foster creativity, and instill values that would guide our students throughout their lives. ചാലക്കുടിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ആരംഭിച്ച വിദ്യാലയം കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ചാവറയച്ചൻ്റെ പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച വിദ്യാലയം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളെ രൂപപ്പെടുത്തുന്നതിൽ മാർഗനിർദ്ദേശം നൽകി ലോകമെമ്പാടും അവരെ എത്തിച്ചേർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വിദ്യാലയം. 80 വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾ. ഇന്ന് ചാലക്കുടി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ പിന്തുണ കൊടുത്തുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നായി മാറാൻ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞു. ക്രൈസ്റ്റ് കോളേജ് എവിടെ തുടങ്ങണം എന്ന് ആലോചിച്ചപ്പോൾ പ്രധാനമായും 2 സ്ഥലത്തിൻ്റെ പേരാണ് വന്നത്. ഒന്ന് ചാലക്കുടിയും ഒന്ന് ഇരിഞ്ഞാലക്കുടയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടതനുസരിച്ച് കുറച്ച് മുൻതൂക്കം സഭാധികാരികളുടെ ഇടയിൽ ചാലക്കുടിയായിരുന്നു.
പക്ഷേ അന്ന് ചാലക്കുടിക്കാർക്ക് ഈ കോളേജിൻ്റെ പ്രത്യേകതകൾ അധികം മനസ്സിലാകാത്തതുകൊണ്ട്, അധികം ഇനിസിയേഷൻ എടുക്കാത്തതുകൊണ്ട് ഇരിഞ്ഞാലക്കുടക്കാർ അതിൽ കയറി പിടിക്കുകയും അങ്ങനെയാണ് ഇരിഞ്ഞാലക്കുടയ്ക്ക് ക്രൈസ്റ്റ് കോളേജ് പോയത്. പിന്നെയാണ് ചാലക്കുടിക്കാർക്ക് അബദ്ധം മനസ്സിലായത് അതൊരു നല്ല സംഭവമായിരുന്നു. എഡ്യൂക്കേഷനാണ് ഒരു നാടിനെ വളർത്തുന്ന സംരംഭം. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് താമസിക്കുന്നതും ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോട് ചുറ്റുമുള്ള പ്രദേശത്താണെന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് 11 ചാലക്കുടിക്കാർ കൂടി ഗബ്രിയേൽ അച്ഛനെ സമീപിക്കുന്നത്. അങ്ങനെയാണ് ചാലക്കുടിയിൽ കാർമൽ എന്ന സ്കൂള് രൂപം കൊടുക്കുന്നത്. 50 years of holistic education. മനസ്സിൽ പതിഞ്ഞൊരു കാര്യമാണ്. 50 കൊല്ലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിയെന്നല്ല, ഒരു ആത്മീയമായ ചൈതന്യത്തോടു കൂടി കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ ഈ സ്കൂളിന് ഏറ്റവും നല്ല പങ്കുവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചാലക്കുടി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒന്നായി ഞാൻ ഈ അവസരത്തിൽ കാണുന്നു. ഈ സ്ഥാപനം ചാലക്കുടിയിലും അല്ലെങ്കിൽ മണ്ഡലത്തിലും അല്ലെങ്കിൽ ജില്ലയിലെ ജനഹൃദയങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. അതിലെ ചാലക്കുടിക്കാരൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം അഹങ്കാരവും അഭിമാനവും. വളരെ വിപുലമായ രീതിയിൽ വലിയ തോതിലുള്ള ഒരു ആഘോഷം നടത്തണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനു വേണ്ടി മാറ്റിവെച്ച തുക എനിക്ക് തോന്നുന്നു 3,93,000 സംതിങ് രൂപ നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജൻ അവർക്ക് നമ്മുടെ കാർമൽ സ്കൂള് HSS കൈമാറി എന്നത് എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം നമ്മളുടെ ഗോൾഡൻ ജൂബിലിക്ക് വേണ്ടി മാറ്റിവെച്ച തുകയിൽ നിന്നാണ് അത് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. It is a long journey that Carmel started, mirroring the aspirations and dreams of our town of Chalakudy. It reflects the dedication of those early visionaries, people like Padma Bhushan, Father Gabriel, Father Sales, and other esteemed fathers whose unwavering commitment made the school a reality. Their vision was to create a space where education would not only illuminate the minds but also nurture character and values. ഇതൊരു ചരിത്ര നിയോഗമാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് ദീർഘദർശിയായ കർമ്മധീരൻ ഗബ്രിയേൽ അച്ഛൻ കണ്ട സ്വപ്നങ്ങൾ ഇന്ന് സഫലമായിരിക്കുന്നു. കാർമൽ ഇന്ന് എല്ലാ അർത്ഥത്തിലും മികവിൻ്റെ കേന്ദ്രം, സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി തീർന്നിരിക്കുന്നു. 50 years is a significant milestone, a testament to the enduring legacy of excellence, dedication and hard work that this institution has upheld since its inception. Today, we pay tribute to the visionaries who laid the foundation of this great institution.